ഭാര്യയെ മൃഗത്തെ പോലെ കാണരുത് എന്ന് സുപ്രീം കോടതി. ഗാർഹിക പീഡന പരാതി കേസിലാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ഭാര്യയ്ക്ക് അന്തസ്സുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബാലു, ഏത് കേസിലാണ് കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്? എന്തൊക്കെയാണ് എടുത്തു പറയുന്നത്, ഓർമ്മിപ്പിക്കുന്നത് കോടതി? ബീഹാറിൽ നിന്നുള്ള ഒരു ഗാർഹിക പീഡന പരാതി കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ നിർണായകമായ നിരീക്ഷണം ഉണ്ടായത്. ഇതിൽ ഈ ഗാർഹിക പീഡന കേസിൽ പ്രതിയായ ഒരാൾ മുൻകൂർ ജാമ്യം തേടിയായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, PB വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ നിശ്ചിതമായ വിമർശനം ഈ പ്രതിക്കെതിരെ നടത്തിയത്. ഭാര്യയെ ഒരിക്കലും ഒരു മൃഗമായി കാണരുതെന്നും അവർക്ക് ഈ അഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണമെന്നുമാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് ഈ പ്രതിയായ വ്യക്തി ഈ മദ്യലഹരിയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ തള്ളി താഴെയിടുകയും പിന്നീട് ഈ തലയിൽ ചവിട്ടുകയും അവർക്ക് ഈ കല്ലുകൊണ്ട് അവരുടെ തലയിൽ അടിക്കുകയും പിന്നീട് വടി കൊണ്ട് അവരെ അടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 വിവാഹങ്ങളായിരുന്നു ഈ വ്യക്തി കഴിച്ചിരുന്നത്. ഇതിൽ ആദ്യ 2 ഭാര്യമാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയിരുന്നു. 3ാമത്തെ ഭാര്യയ്ക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഈ കേസിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ വിശദാംശങ്ങൾ മനസ്സിലായതിനു ശേഷമാണ് ജസ്റ്റിസ് PB വരാലെ ഈ മൃഗത്തിനെ പോലെയല്ല ഭാര്യയെ കാണേണ്ടതെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ എന്തിനു വേണ്ടിയാണ് ഈ ഭാര്യയെ തല്ലിയതെന്നും എന്ന സുപ്രധാനമായ ചോദ്യങ്ങളുമൊക്കെ ഈ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് കോടതി ചോദിക്കുകയും ചെയ്തു. ഏതായാലും കോടതി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല. അറസ്റ്റ് ഭരിക്കാൻ, അതായത് കീഴടങ്ങാൻ നിർദ്ദേശിക്കാനുണ്ടായത്. അതിനുശേഷം ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു.